പച്ചമാംസത്തിന്റെ മാദകത്വം കാണിച്ചുകൊണ്ട് കാശുണ്ടാക്കുന്ന ഈ തമ്പുരാട്ടിമാരുടെ പുറകിന് അവളുടെ ഫോട്ടോ ആണ് നിന്റെ മൊബൈലിൽ പലർക്കുമുള്ളത്. നീ പലയിടത്തും ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നീ അവരുടെ ഫോട്ടോ ആണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവളോടൊപ്പം ആടി നടക്കുന്ന ചെറുപ്പക്കാരായ പൃഥ്വിരാജിന്റെ ഫോട്ടോയും മോഹൻലാലിന്റെ ഫോട്ടോയും മമ്മൂട്ടിയുടെ ഫോട്ടോയും, മോഹൻലാലും മമ്മൂട്ടിയും കളവന്മാരായിട്ടും 24 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഇപ്പോഴും മോഹൻലാലിനോടും മമ്മൂട്ടിയോടും ആരാധന മാറുന്നില്ല. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരാ, ജയിലിൽ നിന്ന് എനിക്ക് നാണക്കേട് തോന്നിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ഫുട്ബോൾ മത്സരം നടക്കുമ്പോ പെലെ പോലെ മുടി വടിച്ചു വെച്ചിട്ട് അതുപോലെ മുടി വെച്ചിട്ട് നടക്കുന്ന മലപ്പുറംകാരന്റെ ഫോട്ടോ മനോരമ ഫ്രണ്ട് പേജിൽ കൊടുത്തപ്പോ കുത്തുബുസ്സമാന്റെ നാട്ടിലെ പൊന്നുമോനെ, ഉമർഖാദിയുടെ നാട്ടിലെ പൊന്നുമോനെ, സൈനുദ്ദീൻ മഖ്ദൂമിന്റെ നാട്ടിലെ പൊന്നുമോനെ, ചേരൂർ ശുഹദാക്കളുടെ നാട്ടിലെ പൊന്നുമോനെ, മലപ്പുറം പോലൊരു ജില്ലയിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയിട്ട്, ഇത്ര അല്ലാഹു അനുഗ്രഹം ചെയ്ത ഒരു ജില്ലയിൽ ജനിക്കാൻ ഭാഗ്യം കിട്ടിയിട്ട് നിനക്ക് നിന്റെ റസൂലുള്ള ഒരു വിഷയമല്ല, നിന്റെ ഹബീബിനോട് നിനക്ക് പ്രേമമില്ല, നിന്റെ ഹബീബിന്റെ സന്തോഷം നിന്റെ സന്തോഷമാകുന്നില്ല. നിന്റെ ഹബീബ് പറഞ്ഞ വിശുദ്ധ റമദാനിലെ ഓരോ നിമിഷങ്ങളും അല്ലാഹു അനുഗ്രഹം വാരിക്കോരി തന്നിരിക്കുന്നെന്ന് പറഞ്ഞ ആ അനുഗ്രഹം നീ കോരിയെടുക്കുന്നില്ല. നിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നില്ല. എന്നാലോ നീ ഫുട്ബോൾ മത്സരം വരുമ്പോൾ നീ പെലയെ പോലെ മുടിവടിക്കുന്നു മോനെ. വിശുദ്ധ റമദാനിലെ പള്ളിയിലെ ഇമാമ് നിന്നോട് ആവർത്തിച്ചു പറയുന്ന ഇഅ്തികാഫിന് വല്ലാത്ത കൂലിയാ. ഒരമണിക്കൂർ ഇരുന്നിട്ട് പോയെന്ന് പറഞ്ഞാൽ ആ അരമണിക്കൂർ നിനക്ക് ഇരിക്കാൻ പറ്റൂല. സുബഹി മുതൽ പിറ്റേന്ന് സുബഹി വരെ നീ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കാൻ നിനക്കൊരു മടിയുമില്ല. നിനക്ക് നല്ല നോവലുകളും കഥകളും നിനക്ക് ഇഷ്ടപ്പെട്ട താരങ്ങളുടെ ചരിത്രങ്ങളും വന്നാൽ മണിക്കൂറുകളോളം അത് വെച്ച് വായിക്കുന്നതിന് നിനക്ക് വിഷമമില്ല. എന്നാൽ നിന്റെ റബ്ബിന്റെ ഖുർആൻ എന്നെടുത്തിട്ട് അരമണിക്കൂർ അത് ഓതാൻ നിന്നെ കൊണ്ട് പറ്റുന്നില്ല. എന്നിട്ട് ഞാനും നിങ്ങളും പറയുന്നു നമ്മൾ മുസ്ലിമാണ്, നമ്മൾ റമളാനെ ആദരിക്കുന്നവരാണ്, നമ്മൾ സ്വർഗത്തിൽ പോകാനിരിക്കുന്നവരാണ്. സ്വർഗത്തിന്റെ പടി കാണാൻ പറ്റുമോ മക്കളെ? സ്വർഗത്തിന്റെ മണം കേൾക്കാൻ പറ്റുമോ മക്കളെ? അതേസമയം നരകത്തിന്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയപ്പെടുന്ന കുറ്റങ്ങളല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ റമളാനാ മക്കളെ. ആരോഗ്യമുള്ളത് കൊണ്ട് അതിന് വിളിച്ചു പോവുകയല്ല, ഷുഗർ അതിന്റെ പാരമ്യത്തിലാ ഉള്ളത്, രോഗം അതികഠിനമായ വിഷമങ്ങളും വേദനയും ഉള്ളതാ. ഞാൻ പ്രസംഗിച്ചിട്ട് കുറെ ഒച്ചയിട്ട് സംസാരിച്ചിട്ട് രാത്രിയിൽ പോയിട്ട് പെയിൻ കില്ലർ 1, 2, 3 കഴിച്ചിട്ടും വേദന മാറാതെ വിഷമിച്ചതാ. എന്നാലും ഞാൻ ഈ വിളിച്ചു പോകുന്നത് എന്റെ പൊന്നുമക്കളെ, ഈ വിശുദ്ധ റമളാനിലെ ഇനി അവശേഷിക്കുന്ന ദിവസങ്ങള് ഇവിടെ ഇരുന്ന് തീരുമാനമെടുക്കും മക്കളെ. റമളാനിലെ ഇനിയുള്ള 12 ദിവസങ്ങള് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങൂല. വീട്ടിൽ പോകുന്നുണ്ടെങ്കിലും ജോലി ഉണ്ടെങ്കിലും ചെയ്യുന്ന തൊഴിലിന് പോകുന്ന കിട്ടുന്ന ബാക്കി സമയം മൊത്തം പള്ളിക്കകത്തേക്ക് കയറുമെന്ന്, അവിടെ ഇരുന്നിട്ട് ഖുർആൻ എടുക്കുമെന്ന്, അവിടെ ഇരുന്ന് നമ്മുടെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമെന്ന്. അങ്ങനെ സ്വലാത്ത് ഒന്ന് ചൊല്ലി നോക്കുമോനെ. നിന്റെ ചുണ്ടീന്ന് പാൻപരാഗൊന്ന് മാറ്റുമോനെ. നീ സ്വലാത്തുമായിട്ട് നിന്റെ ചുണ്ടൊന്ന് ചലിപ്പിക്കുമോനെ. നിന്റെ നാക്കീന്ന് സിനിമാ പാട്ട് മാറ്റുമോനെ. നിന്റെ നാവ് കൊണ്ട് റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലുമോനെ. അങ്ങനെ നീ ഒന്ന് ചെയ്താൽ, റസൂലുള്ളാഹിയുമായിട്ട് ഖൽബൊന്ന് ബന്ധിക്കപ്പെട്ടാൽ നിന്റെ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂല് വരില്ലെന്നാര് കണ്ടു മോനെ? നിന്റെ ബെഡ്റൂമിൽ റസൂലുള്ള എത്തില്ലെന്നാര് കണ്ടു മോനെ? അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ട് നിന്റെ നെറ്റിയിൽ പതിക്കില്ലെന്നാര് കണ്ടു മോനെ? അല്ലാഹുവിന്റെ ഹബീബിനെ ഒന്ന് കാണാൻ പറ്റിയാൽ, ആ മുഖമൊന്ന് ദർശിക്കാൻ പറ്റിയാൽ, ആ ചുണ്ടൊന്ന് കാണാൻ പറ്റിയാൽ, ആ ചുണ്ടിൽ നിന്നൊരു ചുംബനം ഈ നെറ്റിയിലേക്ക് വാങ്ങാൻ പറ്റിയാൽ അതിലും വലിയ ഭാഗ്യം എന്തുണ്ട് പൊന്നുമോനെ? അതുകൊണ്ട് റസൂലുള്ളാഹിയിലേക്ക് അടുക്ക്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ നിലയിൽ ഹബീബായ നബിയിലേക്ക് അടുക്കാൻ ഏറ്റവും പറ്റിയ സമയമാണ് റമളാൻ. അടുത്ത റമളാനിൽ ജീവിച്ചിരിക്കുമെന്ന് ഉറപ്പില്ലല്ലോ പൊന്നുമോനെ. അടുത്ത റമളാനിൽ ഇനി നന്നാകാമെന്ന് കരുതാൻ സമയമില്ല മോനെ.
ഈ റമദാൻ തന്നെ തീർത്തു കിട്ടുമോ എന്നറിയില്ല. അതുകൊണ്ട് ഇവിടുന്ന് തീരുമാനമെടുക്ക്, ഇപ്പോൾ തീരുമാനമെടുക്ക്. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി തന്നെ പോകുന്ന വഴിയിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വ ആലിഹി വസല്ലം. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു എന്റെ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടിട്ടുള്ളതാ. എന്നാലും പറയാ, 10 കൊല്ലം റസൂലുള്ളാഹിക്ക് ഖിദ്മത്ത് ചെയ്തിട്ട് 10 കൊല്ലം ഞാൻ അങ്ങേക്ക് ഖിദ്മത്ത് ചെയ്തതിന് പകരം എനിക്കൊരു സ്വലാത്ത് തരുമോ, വേറെ ആർക്കും കൊടുക്കാത്ത ഒരു സ്വലാത്ത് തരുമോ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത സ്വലാത്താ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വ ആലിഹി വസല്ലം എന്ന്. അത് അവിടുന്ന് വാങ്ങിക്കൊണ്ട് തിരിച്ചു വരുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. എന്തോ കിട്ടിയല്ലോ, എന്താ വലിയ സന്തോഷമെന്ന് ചോദിച്ചു. പറയൂല, പറയാനസേ നിർബന്ധിച്ചപ്പോ പറഞ്ഞൊരു സ്വലാത്ത് തന്നെ എനിക്ക് മാത്രമായിട്ട് റസൂലുള്ള. ഏതാ കേക്കട്ടെ? ഒരു കൊച്ചു സ്വലാത്താ. ഒന്ന് പറമോനെ കേക്കട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വ ആലിഹി വസല്ലം. ഉമർ പറഞ്ഞു, വേണ്ട, റസൂലുള്ള വിനയത്തിന്റെ പ്രതീകമാണ്. അവിടുന്ന് ഒരിക്കലും സയ്യിദുന എന്ന് പറയില്ല. പക്ഷെ നമ്മൾ സയ്യിദുന ചേർക്കാതെ റസൂലുള്ളാഹിന്റെ പേര് പറയണ്ട. അതുകൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വ ആലിഹി വസല്ലം. അതേ, ചില കാര്യത്തിന് ഉമർ പറഞ്ഞാൽ മതി മക്കളെ, ചില കാര്യത്തിന് ഉമർ പറഞ്ഞാൽ മതി. ഇത് റസൂലുള്ള അറിഞ്ഞിട്ട് തടഞ്ഞില്ല. അള്ളാന്റെ റസൂൽ അങ്ങനെ ചെല്ലണ്ട, ഞാൻ പറഞ്ഞോലെ ചെല്ലിയാ മതി എന്ന് പറഞ്ഞില്ല. അതുപോലെ അള്ളാന്റെ റസൂൽ 20 നിസ്കരിച്ചതിന് പ്രമാണങ്ങൾ മുന്നിലില്ല, ഉമർ നിസ്കരിച്ചതിനാണുള്ളത്. അതുകൊണ്ട് ഉമർ പറഞ്ഞത് കേൾക്കാൻ പറ്റൂല. മക്കത്തെ ഉമർ പറഞ്ഞാൽ ഇവിടുത്തെ ഉമർ അംഗീകരിക്കൂല. വേണ്ട മക്കളെ, ഉമറിന്റെ നാവിൽ ഹക്കുണ്ടെന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെങ്കിൽ ഉമർ പറഞ്ഞത് ചെയ്യേണ്ട ചില ഘട്ടങ്ങളിൽ അത് ചെയ്യേണ്ടി വരും. പ്രമാണങ്ങൾ ഉദ്ധരിച്ച് പറയേണ്ട കാര്യമാ. സമയക്കുറവ് കൊണ്ടും ക്ഷീണം കൊണ്ടും ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ